ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഉത്തരാഖണ്ഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി 2 ലക്ഷം രൂപ പിഴ ചുമത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് സുപ്രീം കോടതി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കമ്മീഷന്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി നൽകിയ സ്റ്റേ ചോദ്യം ചെയ്തുള്ള ഹർജി കോടതി തള്ളുകയും 2 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് മനസ്സിലാകുന്നത്. കമ്മീഷന് എങ്ങനെ ഭരണഘടനാ വ്യവസ്ഥ ലംഘിക്കാൻ കഴിയുമെന്ന ചോദ്യം ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രം നാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ച് ഉന്നയിച്ചു. ഒന്നിലധികം ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്ന കമ്മീഷന്റെ വിശദീകരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കില്ല. ഈ വർഷം ജൂലൈയിൽ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്തിരുന്നു. 2016 ഉത്തരാഖണ്ഡ് പഞ്ചായത്തി രാജ് നിയമത്തിന് വിരുദ്ധമാണെന്ന് ഈ വ്യക്തത പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യത്യസ്ത വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ കണ്ടെത്തിയതായും അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകിയതായും നിരവധി കേസുകൾ ഉണ്ടെന്ന് ഹർജിക്കാരൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഒന്നിലധികം പ്രാദേശിക നിയോജക മണ്ഡലങ്ങളെയോ ഒന്നിലധികം വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ രജിസ്റ്റർ ചെയ്യുന്നത് നിയമം വ്യക്തമായി നിരോധിക്കുമ്പോൾ ഇതൊരു നിയമപരമായിട്ടുള്ള നിരോധനമാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണം സെക്ഷൻ 9 ഉപവകുപ്പ് 6ഉം 7ഉം പ്രകാരമുള്ള നിരോധനത്തിന് എതിരായി തോന്നുന്നു എന്നും കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.